വെള്ളാപ്പള്ളിക്ക് കനത്തിനിട്ട് കൊടുക്കണമായിരുന്നു, ഊക്കില്ലായിരുന്നു എന്നാണ് ഷംസീർ പറഞ്ഞത്. കൊടുത്തതിന് ശക്തി പോരാ, ഊക്ക് കുറഞ്ഞു പോയി എന്നാണ് ഷംസീറിൻ്റെ പരാതി. അത് മാത്രവുമല്ല, അയ്യപ്പ സംഗമത്തിലടക്കം യോഗി ആദിത്യനാഥിൻ്റെ ആശംസ വായിച്ചത് ശരിയായില്ല എന്നാണ്. ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ പാർട്ടിക്ക് പറ്റിയ വീഴ്ചയെ പറ്റിയെല്ലാം പറയുമ്പോൾ എടുത്തു വയ്ക്കുന്ന ചില ആയുധങ്ങളുണ്ടല്ലോ, അത് വെച്ചിരിക്കുന്നത് പ്രത്യേക ചില സമുദായങ്ങൾക്ക് നേരെയാണെന്ന് വ്യക്തമാകുന്നുണ്ട്. അത് ഹിന്ദുക്കൾക്ക് നേരെ ചൂണ്ടുന്ന ആയുധങ്ങളാണെന്നും അതിന് പിന്നിൽ ലക്ഷ്യങ്ങളുണ്ടെന്നും പറയുമ്പോൾ അതിനകത്ത് ഷംസീർ ഒളിച്ചു കടത്താൻ നോക്കുന്നത് എന്താണ് സർ? ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഷംസീർ ശ്രമിക്കുന്നത് ഇപ്പം ഈ പാർട്ടി ഇല്ലെങ്കിൽ ഷംസീർ ഇല്ലല്ലോ, ഇല്ല. അല്ലേ? അപ്പോൾ കണ്ണൂർ ഇളകിയിരിക്കുകയാണ് സാധനം. അപ്പോൾ ഇളകിയ പാർട്ടിയുടെ ഇളകിയവരുടെ കൂടെയാണ് തങ്ങളെന്ന് വിളിച്ച് പറയുകയാണ്. അതായത് ഷംസീർ പറഞ്ഞിരിക്കുന്നത്, അതായത് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് സകല മാധ്യമങ്ങളും പ്രതിപക്ഷവും എല്ലാവരും പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ചിരിക്കുന്നു, അല്ലേ? അത്രേ ഉള്ളൂ, അല്ല പുതുമായിട്ടൊന്നുമില്ല. ഇപ്പോൾ ഷംസീർ പറയുന്നത് ഞങ്ങൾ വിമർശിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഞങ്ങൾ വിമർശിച്ചിരുന്നു പറഞ്ഞിട്ടും ആ വിമർശനത്തിനെ മറികടന്നുകൊണ്ട് പയ്യന്നൂരും തളിപ്പറമ്പിലും സ്ഥാനാർത്ഥികളെ വെച്ചു. പിന്നെ വെള്ളാപ്പള്ളിയെ ഇടിച്ചതിന് ഊക്കില്ലായിരുന്നു. എന്തുകൊണ്ടാണ് ഊക്കില്ലാതെ വരുന്നത്? എന്തോ ഒരു ഭയം ഉണ്ടായിരുന്നു. അല്ലേ? അപ്പോൾ ഇവിടെ ഷംസീർ പറയുന്നത് ഞങ്ങളിത് പരമാവധി ശ്രമിച്ചു. അതെവിടെയാണ്? ഷംസീർ തലശ്ശേരിയിലെ മുൻ MLA ആണ്, അല്ലേ? അപ്പോൾ അദ്ദേഹം അത് പറയുമ്പോൾ വിശേഷിച്ചും ഈ ഒലിച്ചു പോകുന്ന കണ്ണൂരിലെ പാർട്ടി അണികളെ പിടിച്ചു നിർത്താനുള്ള തീവ്ര ശ്രമത്തിലേക്ക് പാർട്ടി മാറിക്കഴിഞ്ഞു. അതാണ് ഇപ്പോൾ ഷംസീർ അവിടെ കാണിക്കുന്നത്. അതൊരു ജീവൻ മരണ പോരാട്ടം പോലെയാണ്. അപ്പോൾ ഇവരെ വിമർശിച്ചിട്ടും ആരാണ് മറികടക്കാൻ കാരണം? പിണറായി വിജയനും MP ഗോവിന്ദൻ മാസ്റ്ററാണ്, അല്ലേ? MP ഗോവിന്ദൻ മാസ്റ്ററിനെ കൂടെ പറയുന്നത് മാത്രമേ ഉള്ളൂ, അദ്ദേഹത്തിൻ്റെ ഈ പിണറായി വിജയന് മാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ പിണറായി വിജയൻ ഇപ്പം വരുന്ന വിശാല സംസ്ഥാന സമ്മേളനം ഈ സെപ്റ്റംബറിൽ വരാൻ പോവുകയാണ്. അപ്പോൾ അതിനുള്ള ഒരു തറയൊരുക്കം തുടങ്ങിയിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മാത്രമല്ല, ഇതിനകത്ത് പിന്നെ ഷംസീറിൻ്റെ ഈ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ അതല്ലെങ്കിൽ പിണറായി വിജയൻ സർക്കാരിൻ്റെ സമീപനത്തെ കാണിക്കാൻ ഒരൊറ്റ വാക്ക് മതി: ഊക്ക്. ഊക്ക് പോരായിരുന്നു എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ ഇങ്ങനെ ഇടിക്കുന്നു, കാണുന്നവരെ കണ്ടു കഴിഞ്ഞാൽ ഇടിക്കുന്നതെന്ന് തോന്നും, അല്ലേ? കാണികൾക്ക് ഇടിക്കുന്നതെന്ന് തോന്നും, പക്ഷേ ഇടിക്ക് ശക്തിയില്ല. അപ്പം എന്താണ്? എന്തുകൊണ്ട് കാണികളെ ഞങ്ങൾ ഇടിച്ചു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അതാണല്ലോ ഈ ശക്തമായി എതിർക്കുക എന്ന് പറയുന്നത്. ഇടിച്ചു എന്ന് കാണിച്ചു തീർക്കാൻ വേണ്ടി ഇങ്ങനെ ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു ആംഗ്യം കാണിച്ചു എന്നതിനപ്പുറത്തേക്ക് വെള്ളാപ്പള്ളിയെ വിമർശിക്കാൻ തയ്യാറായില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളാപ്പള്ളിയുടെ ശബ്ദമെന്ന് പറയുന്നത് പിണറായി വിജയന് വെളിവായി തുറന്നു പറയാൻ വയ്യാത്ത കാര്യങ്ങൾ പിണറായിയുടെ വായിലൂടെയാണ് പറഞ്ഞത്, അല്ലേ? അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ കാറിൽ കയറ്റി നടത്തിയത്. അദ്ദേഹത്തിൻ്റെ നാവിനെ വെള്ളാപ്പള്ളിയുടെ വായിലൂടെ വരുന്ന വാക്കുകളെ സരസ്വതി വിലാസമെന്ന് വിശേഷിപ്പിക്കാനൊക്കെ കാരണമായ കാര്യം അതാണ്. അപ്പോൾ ഇത് പ്രകടമായിട്ട് ഇപ്പോൾ ഈ CPM-ൻ്റെ അടിത്തറ ഇളകിയിരിക്കുന്നു. കാരണം കണ്ണൂരും ആലപ്പുഴയൊക്കെയാണല്ലോ ഇതിൻ്റെ ഒരു അടിത്തറയെന്ന് പറയുന്ന സംഗതി, കോട്ടകളാണ്. അപ്പോൾ ഈ കണ്ണൂരിലെ കോട്ട ഇളകിയിരിക്കുന്നുള്ളവർ മനസ്സിലാക്കിയിട്ട് അത് തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഷംസീറിനെ പോലുള്ളവരൊക്കെ ഇപ്പോൾ ഈ രീതിയിൽ പ്രസംഗിക്കുന്നത്. അപ്പോൾ അവിടെ ആ ഊക്ക് എന്നുള്ളൊരു സാധനം, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ രണ്ട് രീതിയിൽ അതിനെ കാണണം. ഇപ്പം ഷംസീർ പറയുമ്പോൾ ഒരു ഊക്കുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ ഊക്ക് ശരിക്കും കൊള്ളുന്നത് ആർക്കാണ്? പിണറായിക്കാണ്. അപ്പം പിണറായിയെ ഈ പറഞ്ഞതുപോലെ ചവിട്ടിപ്പുറത്താക്കാനായിട്ടുള്ള അല്ലെങ്കിൽ ഇടിച്ചു പുറത്താക്കാനായിട്ടുള്ള ഒരു ശ്രമം പാർട്ടിയുടെ പല ഭാഗത്തും തുടങ്ങുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിനകത്ത് പാർട്ടിക്ക് ഇപ്പോൾ ഒരു നേതാവില്ല. ഇപ്പോൾ പിണറായി കഴിഞ്ഞാൽ പിന്നെ പിണറായി തന്നെയാണ് ഇപ്പോഴും ശക്തനായ നേതാവ് പാർട്ടിക്ക്, അതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ പാർട്ടിക്ക് ഒരു പണ്ട് ഇപ്പം ഗൗരിയമ്മയെ പുറത്താക്കിയ സമയത്ത് അത് വിശദീകരിക്കാനായിട്ട് EMS-ഉം അച്യുതാനന്ദനും അതുപോലുള്ള നിരവധി നേതാക്കന്മാരുണ്ടായിരുന്നു. അത് വിശദീകരിച്ച് ഗൗരിയമ്മയെ പോലെയുള്ളൊരു നേതാവ് പാർട്ടിയിൽ നിന്ന് പോയിട്ടും പാർട്ടിക്കൊന്നും സംഭവിച്ചില്ല. അതിനുമുമ്പ് MV രാഘവൻ പോയി. MV രാഘവൻ ആലോചിച്ച് നോക്കണം. കണ്ണൂരിനെ ഇപ്പോൾ DYFI എന്ന പ്രസ്ഥാനത്തിൻ്റെ എന്താ പറയുക, അതിൻ്റെ ഉപജ്ഞാതാവെന്ന് വേണമെങ്കിൽ പറയാവുന്നത് MV രാഘവനാണ്. അപ്പോൾ MV രാഘവൻ പോലും പാർട്ടിയിൽ നിന്ന് പോയിട്ട്
അണികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഒരു വീഴ്ചയും അല്ലെങ്കിൽ പാർട്ടിക്കൊരു പോരായ്മയും വരുത്താതെ പിടിച്ചു നിർത്താൻ അന്നത്തെ നേതാക്കന്മാർക്ക് കഴിഞ്ഞു. ഇന്നിപ്പോൾ ഈ പിണറായി വിജയൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടി പാർട്ടിയെ കഴിഞ്ഞ 10-25 കൊല്ലം അതിൻ്റെ കൂടെ നിന്ന് സകല സൗകര്യങ്ങളും അനുഭവിച്ചവരാണ് ഈ നേതാക്കന്മാരെന്ന് പറയുന്നത്. അതെ. ഇപ്പോൾ ഈ ഉയർന്നു വരേണ്ട രണ്ടാം നിര നേതാക്കന്മാരെന്ന് പറയുന്നത് മുഴുവൻ ഈ പിണറായി വിജയൻ എന്ന നേതാവിൻ്റെ താല്പര്യ സംരക്ഷണത്തിനായി കൂടെ നിന്ന് അതിൻ്റെ ഭാഗമായിട്ട് നിന്ന് സകല ആനുകൂല്യങ്ങളും മന്ത്രി പദവിയും മറ്റു കാര്യങ്ങളും അധികാരത്തിൻ്റെ വിനിയോഗങ്ങളും മറ്റുമെല്ലാം അനുഭവിച്ച ആൾക്കാർ അല്ലാതെ വേറൊരു നേതാക്കന്മാരില്ല. അതാണ് ഇപ്പോൾ പാർട്ടി നേരിടുന്നൊരു പ്രശ്നം. അപ്പോൾ അതുകൊണ്ടായിരിക്കണം ഒരു പക്ഷേങ്കിൽ ഇപ്പോൾ ഈ ഷംസീറിനെയൊക്കെ പുറത്തേക്ക് ഇറക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം മുഹമ്മദ് നിയാസിനെ മന്ത്രിയാക്കി, വരുമാന മന്ത്രിയാക്കി. അപ്പോൾ അവിടെ ഷംസീറിന് സ്വാഭാവികമായിട്ടും സീനിയറായിട്ടുള്ള ഷംസീറിന് തഴയപ്പെട്ടു എന്നുള്ള തോന്നലുണ്ടായിട്ടുണ്ടാവാം അല്ലേ? ഷംസീറിനെ ഇപ്പം എല്ലാ ജയിച്ച അംഗങ്ങൾക്കും മത്സരിക്കാനായിട്ട് അവസരം കൊടുത്തു അല്ലേ? അപ്പോൾ അവിടെ ഷംസീർ ഒക്കെ അവിടെ തഴയപ്പെട്ടു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു 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 പരിവേഷം ഷംസീറിനുണ്ട്. ഇപ്പോൾ പിണറായിയാൽ അവഗണിക്കപ്പെട്ട വ്യക്തി എന്നുള്ള ഒരു ഇമേജ് ഷംസീറിനുണ്ട്. ആ ഒരു ഇമേജും കൂടെ കണക്കിലെടുത്തുകൊണ്ടായിരിക്കും ഒരു പക്ഷേങ്കിൽ ഇത് ഷംസീർ ഒറ്റയ്ക്ക് പറയുന്നതല്ലല്ലോ. ഇതിപ്പോൾ കേന്ദ്ര കമ്മിറ്റി തയ്യാറാക്കിയിരിക്കുന്ന റിവ്യൂ റിപ്പോർട്ട് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന റിവ്യൂ റിപ്പോർട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇവരെല്ലാം ഈ പറയുന്നത്. അപ്പോൾ ആ ഒരു ധാര വളരെ ശക്തമായിട്ട് ഈ പാർട്ടിക്കകത്ത് പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെങ്കിൽ ഈ ഷംസീറിനെ പോലുള്ള നേതാക്കന്മാരെ ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ വരും അല്ലേ? ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം DYFIക്കാർ ഇപ്പം തിരുവനന്തപുരത്ത് അവർ പറഞ്ഞിരിക്കുന്നു പിണറായിക്ക് വേണ്ടി ഈ EDയുടെ കാറ് തല്ലിപ്പൊട്ടിച്ചത് സംഘടനയുടെ സ്വഭാവത്തിന് ചേർന്നല്ല എന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെ പല ഭാഗത്തു നിന്നും വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരൊറ്റ നേതാവിനെ കൊണ്ടോ അല്ലെങ്കിൽ വിശ്വാസ്യതയുള്ള നേതാക്കന്മാർ നിലവിലില്ലാത്തത് കൊണ്ടോ ആയിരിക്കാം ഒരു പക്ഷേങ്കിൽ ഇത്തരത്തിൽ പ്രാദേശികമായിട്ടും ഉള്ള നേതാക്കന്മാരെ ഇറക്കി അതാത് പ്രദേശങ്ങളിൽ സ്വാധീനമുള്ളവരെ ഇറക്കി പാർട്ടിയെ കൂടെ നിർത്താനുള്ള ഒരു തന്ത്രത്തിൻ്റെ ഭാഗം കൂടിയായിട്ട് വേണം നമുക്കിതിനെ കാണാനാണെന്ന് എനിക്ക് തോന്നുന്നു. അത് മാത്രമല്ല സർ, ഒരു കാര്യവും കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് ചോദിക്കാനുണ്ട്. അത് പാർട്ടിയുടെ വീഴ്ചകളെ പറ്റിയിട്ടുള്ള ചർച്ചകളൊക്കെ പല രീതിയിലും നടന്നു. ഇതിനകത്ത് ആരെയോ സംതൃപ്തിപ്പെടുത്താനും കൂടെ വേണ്ടിയിട്ട് ഷംസീർ സംസാരിക്കുന്നതായിട്ട് ഒരു തോന്നലില്ലേ? ഒന്ന്, വെള്ളാപ്പള്ളി മലപ്പുറത്തിനെ പറ്റി പറഞ്ഞത്, 2 യോഗിയുടെ പ്രസംഗം വായിച്ചത്. ഇത് രണ്ടിനെയും പറയുമ്പോൾ ഒരു സമുദായ പ്രീതിപ്പെടുത്തൽ, അതായത് CPMൽ നിന്ന് വിട്ടുപോയ ന്യൂനപക്ഷ സമുദായങ്ങളെ ഒന്ന് പ്രീതിപ്പെടുത്തി നിങ്ങളോടൊപ്പം തന്നെയാണ് ഞങ്ങൾ എന്ന് പറയുന്നതല്ലേ? അതുകൊണ്ടാകാം ആ ഒരു സ്വരവും ഷംസീറിൻ്റെ ഊക്ക് പ്രയോഗത്തിൽ നിന്നൊക്കെ യോഗിയുടെ പ്രയോഗത്തിൽ നിന്നും ഊക്ക് പ്രയോഗത്തിൽ നിന്നൊക്കെ കിട്ടും. കാര്യം ഈ ജാതിയും മതത്തിനെയും ഒക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുകയും അതേ സമയത്ത് പുറത്ത് ഭയങ്കര പുരോഗമനവും പറയുന്നൊരു രാഷ്ട്രീയ പാർട്ടിയാണ് CPM എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞതുപോലെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ തങ്ങളിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് ഉണ്ടായിട്ട് ഒരു പക്ഷേ അതിനെ തിരിച്ചു പിടിക്കാനുള്ള ശ്രമം കൂടി ഉണ്ടാവും. അത് സ്വാഭാവികമാണ് അല്ലേ? അപ്പോൾ ആ രീതിയിലുള്ള പല അത് തീർച്ചയായിട്ടും അത് പിന്നെ വളരെ എന്താ പറയുക, കഴിഞ്ഞ 2021 തിരഞ്ഞെടുപ്പിൽ ഈ ഇത്രയും വലിയ ഭൂരിപക്ഷം കിട്ടി തിരിച്ചു വരാനുള്ള കാരണം ആരായിരുന്നു? ഇവിടുത്തെ മുസ്ലിം ന്യൂനപക്ഷം തന്നെയായിരുന്നു. ബ്ലോക്ക് വോട്ട് ചെയ്യുമായിരുന്നു അല്ലേ? അപ്പം പക്ഷേ ആ ഒരു കമ്മ്യൂണിറ്റി, അതായത് പാലക്കാട് തിരഞ്ഞെടുപ്പ് വരെ അതുണ്ടായിരുന്നു. പാലക്കാട് തിരഞ്ഞെടുപ്പിൽ വരെ ഞങ്ങളാണ് മുസ്ലിങ്ങളുടെ രക്ഷകരെന്ന് പറഞ്ഞിട്ട് മസിലുമൊക്കെ കാണിച്ചിട്ടുള്ള പരസ്യങ്ങളൊക്കെ ഓർമ്മയുണ്ടായിരുന്നു. പാലക്കാട് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് ഇവിടെ വന്ന സമയത്ത്, ആലപ്പുഴ വന്ന സമയത്ത് മനസ്സിലായി വോട്ട് എങ്ങോട്ട് ഒഴുകുന്നുള്ളത്. അടിയിൽ നിന്നിങ്ങനെ ചോർന്നു പോയി. കായംകുളത്ത് BJP ഒന്നാമത് വന്നു അല്ലേ? അപ്പോൾ അതിന് ശേഷമാണ് പിണറായി വിജയൻ ഡൽഹിയിൽ പോയി പത്രസമ്മേളനം നടത്തി ഹിന്ദുവിൽ വരുന്നു. പാലക്കാട് ഒരു പ്രതീക്ഷ മുസ്ലിം ലീഗ് LDFലേക്ക് വരുന്ന പ്രതീക്ഷ അതോടുകൂടി നഷ്ടപ്പെടുകയും ചെയ്തു. അപ്പോൾ പിന്നീടാണ് ഈ ഡൽഹിയിൽ പോയി പിന്നെ ഹിന്ദുവിന് അഭിമുഖം കൊടുക്കുന്നു. മലപ്പുറത്ത് മുഴുവൻ രാജ്യദ്രോഹ പ്രക്രിയയാണ്, പ്രവർത്തനങ്ങൾ നടക്കുന്നത്. കള്ളക്കടത്തും മറ്റ് സാധനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ വെള്ളാപ്പള്ളിയുടെ അവിടെയാണ് പിന്നെ അത് കഴിഞ്ഞ് അതിൻ്റെ ഒരു തനി വോയിസ് പോലെയാണ് വെള്ളാപ്പള്ളി മലപ്പുറത്ത് പറയുന്നത് ഇത് വേറൊരു രാജ്യമാണ്. പിന്നെ വെള്ളാപ്പള്ളിയുടെ
പിന്നെ പൊന്നാട അണിയിക്കൽ. അത് കഴിഞ്ഞ ഉടനെ വെള്ളാപ്പള്ളി പൊന്നാട അണിയിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞ് നിലമ്പൂർ തിരഞ്ഞെടുപ്പ് വരുന്നു. ആ തിരഞ്ഞെടുപ്പിൻ്റെ തലേന്ന് ഗോവിന്ദൻ മാഷ് പറയുന്നു, ഞങ്ങൾ 75-ൽ RSSുമായിട്ട് യോജിച്ച് പ്രവർത്തിച്ചിട്ടുണ്ടല്ലോ എന്ന്, അല്ലേ? പിന്നെ അത് കഴിഞ്ഞ് AK ബാലൻ്റെ പ്രസ്ഥാനം വരുന്നു. അതിനെ മുഖ്യമന്ത്രി പിറ്റേ ദിവസത്തെ ഒരു പത്രസമ്മേളനത്തിന് ന്യായീകരിക്കുന്നു. ഇങ്ങനെ പോയി ഏറ്റവും ഒടുവിൽ വന്നിട്ട് അയ്യപ്പ സംഗമം. അതായത് എൻ്റെ ക്ലൈമാക്സ്. അതിനകത്ത് യോഗിയുടെ സന്ദേശത്തോടെ വായിച്ചപ്പോഴത്തേക്ക് എല്ലാം ക്ലിയറായി. അപ്പോൾ ഈ രീതിയിൽ പാർട്ടിയെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചിട്ട് അവിടെ നിന്ന് ഇത്രയുമാണ് പരാജയത്തിൻ്റെ കാരണം. പിണറായി വിജയനാണ് പരാജയത്തിൻ്റെ കാരണം. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ താല്പര്യമാണ് പരാജയത്തിൻ്റെ കാരണം. പിന്നെ ഇവർ പറയാത്തൊരു കാര്യം കൊണ്ടുണ്ട് പരാജയത്തിന്. അത് കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടിലും സൂചിപ്പിച്ചിട്ടില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാസപ്പടി, മറ്റേ CMRLൻ്റെ ശശിധരൻ കർത്തായിൽ നിന്ന് വീണ ടി 2.8 ലക്ഷം രൂപ 2,72 ലക്ഷം രൂപ വാങ്ങിയതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല കേന്ദ്ര കമ്മിറ്റി. അതും ഇനി എനിക്ക് തോന്നുന്നു താമസിയാതെ പറഞ്ഞു തുടങ്ങാനുള്ള സാധ്യത ഈ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ അങ്ങനെയുള്ള ഒരു പൊതുവായിട്ടുള്ള ഒരു ഇന്നിപ്പോൾ പാർട്ടി നേരിടുന്ന ഒരു ആ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാനുള്ള ഒരു എന്താ പറയുക, ഒരു വല്ലാത്തൊരു തീവ്ര ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമേ നമുക്ക് ഈ ഷംസീറിൻ്റെ ഈ പ്രസംഗത്തെ, ഈ ഊക്ക് പ്രസംഗത്തെ നമുക്ക് കാണാൻ കഴിയത്തുള്ളൂ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ഞങ്ങൾക്ക്, അതായത് ഇന്ത്യ ലൈവിനും C4Nനും ഒക്കെ നൽകുന്ന പിന്തുണയ്ക്ക് വളരെയധികം നന്ദി. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ വളർച്ചയ്ക്ക് എപ്പോഴും സഹായകമാകുന്നത്. നിങ്ങളുടെ പിന്തുണയോടുകൂടിയാണ് ഞങ്ങൾക്ക് ശരിയായ വാർത്തകൾ ശരിയായ രീതിയിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, മറ്റുള്ളവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിക്കണം. അതോടൊപ്പം തന്നെ ഈ വീഡിയോകൾ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഇത് ഷെയർ ചെയ്യണം. ഇതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം. അതുമാത്രവുമല്ല, കമൻറ്റായി രേഖപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് പുതിയ പുതിയ വാർത്തകൾ പങ്കിടാനുണ്ടാവും. അവയൊക്കെ കുറിച്ചും ഈ കമൻറ്റുകളിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. ഇന്ത്യ ലൈവ് ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ C4Nനും സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യ ലൈവിനോടും C4Nനോടും ഒപ്പം യാത്ര ചെയ്യുക. വ്യത്യസ്തമായ മറ്റാരും പറയാത്ത വാർത്തകൾ ഈ ചാനലുകളിലൂടെ, ഇന്ത്യ ലൈവിലൂടെ, C4Nലൂടെ നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ട് തന്നെ സ്റ്റേ ട്യൂൺഡ്. ഇന്ത്യ ലൈവ്, C4N പിന്തുണയ്ക്കുക, സഹായിക്കുക.